വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിൽക്കുന്നത് ഒരു ദൈവാലയത്തിലാണ്. നമുക്കൊരു കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാം, തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിലും വ്യക്തിപരമായിട്ടും. യേശു കർത്താവ് ഏതെങ്കിലും ഒരു പട്ടണത്തിലോ യേശു കർത്താവ് ഏതെങ്കിലും ഒരു ഭവനത്തിലോ വന്നാൽ ആ ഭവനത്തിലുള്ളവർക്കും ആ പട്ടണത്തിലുള്ളവർക്കും പ്രതീക്ഷകൾ വളരെ ഏറെയാണ്. അവർ വളരെ എക്സ്പെക്റ്റേഷനോട് കൂടെയാണ് യേശുവിൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. സന്ധ്യയാകുമ്പോൾ നാനാ രോഗികളെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരും. അവിടെ വന്നിരിക്കുന്ന എല്ലാ രോഗികൾക്കും ഒരു പ്രതീക്ഷയുണ്ട്, എനിക്ക് ഇന്നൊരു സൗഖ്യം ഉണ്ടാകും. യേശു കർത്താവിൻ്റെ അടുക്കൽ വരുന്ന പാപികൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, എൻ്റെ പാപജീവിതത്തിൽ ഒരു ഡെലിവറൻസ്, ഒരു വിടുതൽ, ഒരു മാറ്റം യേശു ക്രിസ്തുവിലൂടെ ലഭ്യമാകും. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാ മനുഷ്യർക്കും, ഭൂരിഭാഗം ആൾക്കാർക്കും, അവനിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവനെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. അത് വളരെ വ്യക്തമാണ്. എന്നാൽ ഈ ശബത്ത് ദിവസം യേശു കർത്താവ് ഈ പള്ളിയിൽ നിൽക്കുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾക്ക് ആർക്കും അന്നേ ദിവസം ഒരു രോഗസൗഖ്യം നടക്കുമെന്നോ ഒരു വിടുതൽ നടക്കുമെന്നോ യാതൊരു പ്രതീക്ഷകളുമില്ല. കാരണം ചരിത്രത്തിൽ ഇന്ന് വരെ, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആ നിമിഷം വരെ ഒരു രോഗികളെ പോലും ശബത്ത് നാളിൽ സൗഖ്യമാക്കിയതായോ അല്ലെങ്കിൽ വൈദ്യവൃത്തി നടത്തിയതായോ ഒരു പ്രവൃത്തിയിൽ, ഒരു ജോലിയിൽ ഏർപ്പെട്ടതായോ ഉള്ള ചരിത്രം ഇല്ല. അപ്പോൾ യേശുവിനെ കുറിച്ച് ഒരു ഭാഗത്ത് അവൻ സൗഖ്യദായകനെന്നും വിടുതൽ നൽകുന്ന കർത്താവെന്നും പ്രവർത്തിക്കുന്ന ദൈവമെന്നും ഒക്കെ ആൾക്കാരുടെ അകത്തുണ്ടെങ്കിലും അന്നത്തെ ദിവസത്തിൽ യേശു കർത്താവിൽ നിന്ന് ഒരു സൗഖ്യത്തിന്റെ ശുശ്രൂഷയോ ഒരു ഡെലിവറൻസ് മിനിസ്ട്രിയോ അവിടെ നടക്കുമെന്ന് ഒരു കുഞ്ഞുങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു വിഷയത്തിനകത്ത് അവരുടെ പ്രതീക്ഷകൾക്ക് അതീതമായി, അൺഎക്സ്പെക്റ്റഡായി യേശു കർത്താവ് ഒരു പ്രവൃത്തി ആ ആലയത്തിൽ ചെയ്തതാണ് ഈ കൂനയായ സ്ത്രീയെ നിവർത്തി സുഖപ്പെടുത്തിയത്. വാസ്തവമായും ഈ ഒരു ഭാഗത്തിൽ നിന്നും, ഈ ഒരു സംഭവ ചരിത്രത്തിൽ നിന്നും എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ള ഒരു സത്യം, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പലതും സംഭവിച്ചില്ല, എക്സ്പെക്റ്റ് ചെയ്ത പലതും നടന്നില്ല. എന്നാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിങ്ങൾ സേവിക്കുന്ന യേശു കർത്താവിന് കഴിയുമെന്ന് തിരുവെഴുത്ത് പറയുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എൻ്റെ മകളുടെ കുടുംബജീവിതത്തിന്റെ പ്രശ്നം, എൻ്റെ മകൻ്റെ ജോലിയുടെ വിഷയം, എൻ്റെ ജീവിതത്തിന്റെ പ്രതിസന്ധി, അല്ലെങ്കിൽ എൻ്റെ രോഗം ആ സമയത്ത് സൗഖ്യമാകും, അല്ലെ ആ സമയത്ത് വ്യക്തിപരമായ ഒരു വിടുതൽ എനിക്ക് ലഭിക്കുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും സംഭവിച്ചില്ല, യാഥാർത്ഥ്യമായി തീർന്നില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പ്രതീക്ഷിച്ച സമയത്ത് പ്രതീക്ഷിച്ച കാര്യം നടക്കാതെ പോയെങ്കിലും എൻ്റെ പ്രതീക്ഷകൾക്കും എൻ്റെ ചിന്തകൾക്കും അതീതമായി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം എനിക്കുണ്ട്. അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് അവൻ എനിക്കായി ജീവിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ഒരു ആമീൻ പറഞ്ഞേ, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ പ്രതീക്ഷ, എൻ്റെ പ്രത്യാശ യേശു ക്രിസ്തുവിലാണ്. എൻ്റെ നങ്കൂരം ക്രിസ്തുവിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ, അതേ ധൈര്യപ്പെടുക. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. ജീവനുള്ളവരുടെ ദേശത്ത് നിങ്ങൾ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക.